മിന്നൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇടിച്ചക്ക വെച്ചും കൊണ്ടുള്ള ചില്ലിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ 4 മണി ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ. അപ്പോൾ ഇതുണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോ കണ്ട് നോക്കാം. ഒരു ചക്കൻ്റെ പകുതിയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ആ കനം കുറച്ച് കട്ടില്ലാതെ കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചക്കൻ്റെ മുള്ളുള്ള ഭാഗം ഉണ്ടല്ലോ, അടിഭാഗം, അത് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം. പിന്നെ നടുഭാഗത്തുള്ള ഈ കൂനുണ്ടല്ലോ അത് നമ്മൾ മാറ്റി കൊടുക്കും. അപ്പോൾ അതൊക്കെ മാറ്റി ഇതാ കട്ട് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തി കൊടുക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, അതൊരു കളറ് കിട്ടാനാണ് കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ നമ്മളിതിലേക്ക് കളറൊന്നും ചേർക്കണില്ല കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് 1 ടേബിൾ സ്പൂണാണ്. പിന്നെ ഒരല്പം വിനീഗറും ചേർത്തി കൊടുക്കുന്നുണ്ട്. വിനീഗറിന് പകരം ചെറുനാരങ്ങ ചേർത്തി കൊടുത്താലും മതി കേട്ടോ, ചെറുനാരങ്ങൻ്റെ നീര്. പിന്നെ 1 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. പിന്നെ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് കേട്ടോ ഇതിലേക്ക് ചേർത്തി കൊടുക്കേണ്ടത്. നമ്മൾ ചക്ക എത്ര എടുക്കണം അതിനനുസരിച്ചുള്ള മസാലകൾ ഇട്ട് കൊടുക്കണം. വിനീഗർ കൂടുതലൊന്നും ചേർത്തി കൊടുക്കണ്ട, കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ 3 ടേബിൾ സ്പൂണൊക്കെ ചേർത്തി കൊടുത്താൽ മതി. കൈ വെച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ടല്ലോ, അപ്പം മുട്ട, ഉപ്പ്, മസാലകളെല്ലാം കൂടി കൈ കൊണ്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. സ്പൂൺ വെച്ചങ്ങാണ്ടോ കോർക്ക് വെച്ചങ്ങാണ്ടൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ റെഡിയായി കിട്ടൂല. അപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു 15 മിനിറ്റ് മാറ്റി വെക്കുക. അപ്പോൾ നമ്മൾ ചക്ക മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കത് പൊരിച്ചെടുക്കാം. ചട്ടി ചൂടായ എണ്ണ വെച്ചിട്ടുണ്ട് കേട്ടോ. ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അപ്പം മറച്ചിട്ട് വെക്കാം. ഫസ്റ്റിലിട്ട ചക്ക റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. പെട്ടെന്ന് റെഡി ആവില്ല കേട്ടോ, കുറച്ച് സമയം നമ്മൾ തീ കുറച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ അടുത്തതൊട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മസാല ചേർത്തി എല്ലാ ചക്കയും വറുത്ത് കോരിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ 4 മണി ചായൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും